Good evening dear friends. Once again welcome back to my channel. ഇന്നത്തെ വീഡിയോയിലൂടെ നാം പഠിക്കുവാനായി പോകുന്നത് +1 ഇംപ്രൂവ്മെന്റ് എക്കണോമിക്സ് പരീക്ഷയ്ക്കായി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കായിട്ട് എക്കണോമിക്സിന്റെ പാർട്ട് 2 ആയ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദ വീഡിയോ സീരീസിലെ 17ാമത്തെ വീഡിയോയും ഇക്കണോമിക്സിന്റെ സീരീസിലെ മൂന്നാമത്തെ ക്ലാസ്സുമാണ്. മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പാഠത്തോടനുബന്ധിച്ച് ചാപ്റ്ററിനോടനുബന്ധിച്ച് തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോകളാണിത്. ഈ വീഡിയോകൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ചാപ്റ്റർ 5 മീൻ, മീഡിയൻ ആൻഡ് മോഡ്. വീഡിയോ ക്ലാസ് പാർട്ട് 3 ആണ്. ചാപ്റ്റർ സമ്മറിയും ചാപ്റ്റർ വൈസ് അനാലിസിസ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെയും അവയുടെ ആൻസേഴ്സുമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്താണ് മീഡിയൻ? മീഡിയൻ ഈസ് ദ പൊസിഷണൽ വാല്യൂ. മീഡിയൻ എന്ന് പറയുന്നത് ഒരു സ്ഥാന വിലയാണ് കൽപ്പിക്കുന്നത്. കുറെ വേരിയബിൾസിന്റെ അവയുടെ പൊസിഷൻ എവിടെയാണ്, അവയുടെ സ്ഥാനം എവിടെയാണ്, 1ാം സ്ഥാനമാണോ, 2ാം സ്ഥാനമാണോ, 3ാം സ്ഥാനമാണോ, അതോ 10ാം സ്ഥാനമാണോ എന്ന് അതിന്റെ പൊസിഷന്റെ വില കൽപ്പിക്കുന്നതാണ് മീഡിയൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഡിവൈഡ്സ് എ സീരീസ് ഇൻടു 2 ഈക്വൽ പാർട്സ്. ഇത് ഒരു സീരീസിനെ 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മീഡിയന്റെ ഇടതുവശവും മീഡിയന്റെ വലതുവശവും, മീഡിയൻ നമ്പറിന്റെ ഇടതും വലതുമായി 2 ഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്. മീഡിയൻ ഈസ് ദ മിഡിൽ എലമെന്റ്. മധ്യഭാഗത്തെ സംഖ്യയാണ്, എലമെന്റ് ആണ്. when the data set is arranged in order of the magnitude, ഒരു മാഗ്നിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിൽ, അതായത് അസെൻഡിങ് ഓർഡറിലോ തന്നിരിക്കുന്ന സീരീസുകൾ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ, അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ക്രമപ്പെടുത്തിയതിന് ശേഷമാണ് പൊസിഷണൽ വാല്യൂ കണ്ടെത്തുന്നത്. ഇല്ലെങ്കിൽ പൊസിഷണൽ വാല്യൂ തെറ്റാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ പാർട്ട് ആദ്യ ഭാഗം അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ക്രമപ്പെടുത്തേണ്ടതാണ്. അതിനുശേഷമാണ് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ മീഡിയന് 3 സീരീസുകളിലുണ്ട്. ഇൻഡിവിജ്വൽ സീരീസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് സീരീസ് ഉണ്ട്, കണ്ടിന്യൂ സീരീസ് ഉണ്ട്. ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയൻ കാണുന്നത് മീഡിയൻ ഈസ് ഈക്വൽ ടു n+1/2th ഐറ്റം. n എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്, n+1/2th ഐറ്റം. ഡിസ്ക്രീറ്റ് സീരീസിലും ഉപയോഗിക്കുന്നത് അതേ ഇക്വേഷൻ തന്നെയാണ്. മീഡിയൻ ഈസ് ഈക്വൽ ടു n+1/2th ഐറ്റം. n എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. അതേസമയം കണ്ടിന്യൂ സീരീസില് ആദ്യം മീഡിയൻ ക്ലാസ് കണ്ടെത്തുന്നതിനായിട്ട് n/2th ഐറ്റം ആണ് ചെയ്യുന്നത്. n എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. അതിനുശേഷം മീഡിയൻ കണ്ടെത്തുന്നു. മീഡിയൻ ഈസ് ഈക്വൽ ടു L1 + n/2 മൈനസ് CF, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ഇൻറ്റു I. അടുത്തതായിട്ട് മോഡ് എന്താണ്? മോഡ് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വന്റ് ഐറ്റംസ് ഇൻ എ സീരീസ്. ഒരു സീരീസിലെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട ഐറ്റം ഏതാണോ അതാണ് മോഡ്. മോഡ് എന്ന് പറയുന്നത് ഒരു സീരീസിലെ അല്ലെങ്കിൽ ഒരു സംഖ്യകളുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട് വന്ന സംഖ്യ ഏതാണോ അതാണ് മോഡ്. ഇറ്റ് ഈസ് മോസ്റ്റ് യൂസ്ഫുൾ ടു പ്രൊഡ്യൂസേഴ്സ് ഫോർ ഡിസൈഡിങ് ദ കോമൺ സൈസ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് യൂസ്ഫുൾ ടു പ്രൊഡ്യൂസേഴ്സ് ഫോർ ഡിസൈഡിങ് ദ കോമൺ സൈസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചെരുപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ എത്ര ഇഞ്ചിന്റെ ചെരുപ്പാണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് കണ്ടെത്താൻ അവർ ഉപയോഗിക്കുന്നത് മോഡ് എന്ന് പറയുന്ന ആവറേജ് ആണ്. മോസ്റ്റ് കൂടുതൽ തവണ വിറ്റഴിഞ്ഞ ഇഞ്ച് ഏതാണോ ആ ഇഞ്ചായിരിക്കും അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 5 ഇഞ്ചോ 4 ഇഞ്ചോ 6 ഇഞ്ചോ 8 ഇഞ്ചോ ഏത് ചെരുപ്പുകളാണ് കൂടുതലായി വിറ്റഴിഞ്ഞത് അവ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ്, അത്തരം കാര്യങ്ങൾ കണ്ടെത്താനാണ് മോഡ് സാധാരണ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയുന്നു മോഡൽ വേജ് റേറ്റ്, മോഡൽ സൈസ് ഓഫ് ഷൂസ് എക്സെട്ര. ഇതിലും 3 സീരീസ് ഉണ്ട്. ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂ സീരീസും ഉണ്ട്.
ഇൻഡിവിജ്വൽ സീരീസിലെ മോഡ് എന്ന് പറയുന്നത് മോസ്റ്റ് ഫ്രീക്വന്റ് ഐറ്റം, ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട ഐറ്റം ഏതാണോ അതാണ് മോഡ്. ഡിസ്ക്രീറ്റ് സീരീസിൽ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ഇൻസ്പെക്ഷൻ മെത്തേഡ്, അവിടെയും ഏറ്റവും ഹയസ്റ്റ് മീൻ മോഡ് ഫ്രീക്വൻസി ഏതാന്ന് കണ്ടെത്തിയിട്ട് അതിനെയാണ് നമ്മൾ മീനായിട്ട് എടുക്കുന്നത്, മോഡായിട്ട് എടുക്കുന്നത്. രണ്ടാമത്തെ ഡിസ്ക്രീറ്റ് സീരീസിലെ രണ്ടാമത്തെ മെത്തേഡ് ഗ്രൂപ്പിംഗ് മെത്തേഡ്. കണ്ടിന്യൂസ് സീരീസിലെ രണ്ട് മെത്തേഡ്, ഇൻസ്പെക്ഷൻ മെത്തേഡും ഉണ്ട്, ഗ്രൂപ്പിംഗ് മെത്തേഡും ഉണ്ട്. ഗ്രൂപ്പിംഗ് മെത്തേഡിൽ അവസാനം ഉപയോഗിക്കുന്ന ഇക്വേഷൻ Z is equal to L1 plus F1 minus F0 divided by 2F1 minus F0 minus F2 എന്നാണ്, ഇൻറ്റു I എന്നാണ് ഉപയോഗിക്കുന്നത്. ഇനിയും ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ല എങ്കിൽ മോഡ് കണ്ടെത്തുന്നത് മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ എന്നാണ്. ഇനി ക്വാർട്ടൈൽസ്. എന്താണ് ക്വാർട്ടൈൽ? ക്വാർട്ടൈൽസ് ഡിവൈഡഡ് എ സീരീസ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. ഒരു സീരീസിനെ 4 തുല്യ ഭാഗങ്ങളായിട്ടാണ് ഒരു ക്വാർട്ടൈലെ ഡിവൈഡ് ചെയ്യുന്നത്. There are 3 quartiles in a series. ഒരു സീരീസിൽ 3 ക്വാർട്ടൈൽസ് ആണുള്ളത്, Q1, Q2 and Q3. Q2 എന്ന് പറയുന്നത് മീഡിയന്റെ വാല്യൂവിന് തുല്യമാണ്. Q2 വാല്യൂ എന്ന് പറയുന്നത് മീഡിയന്റെ വാല്യൂവിന് തുല്യമാണ്. Q1 എന്ന് പറയുന്ന കണ്ടെത്തുന്ന ഇക്വേഷൻ സൈസ് ഓഫ് n പ്ലസ് 1/4 ഐറ്റം. ഇവിടെ 1 എന്നും കൂടെ ചേർന്ന് 1 സൈസ് ഓഫ് 1 ഇൻറ്റു n പ്ലസ് 1/4 ഐറ്റം. 1നെ ഏത് നമ്പർ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് തന്നെ ലഭിക്കുന്നത് കൊണ്ടാണ് 1 ഇവിടെ എടുത്തു പറയാതിരുന്നത്. എന്നാൽ Q2 നമുക്ക് ശ്രദ്ധിക്കാം. സൈസ് ഓഫ് 2 ഇൻറ്റു n പ്ലസ് 1/4 ഐറ്റം. സൈസ് ഓഫ് 2 ഇൻറ്റു n പ്ലസ് 1/4 ഐറ്റം. n പ്ലസ് 1/4 ഐറ്റത്തിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ Q2 ലഭിക്കും. Q2 എന്ന് പറയുന്നത് മീഡിയന്റെ വാല്യൂവിന് തുല്യമാണ്. Q3 ആണെങ്കിലോ സൈസ് ഓഫ് 3 ഇൻറ്റു n പ്ലസ് 1/4 ഐറ്റം. 3 ഇൻറ്റു n പ്ലസ് 1/4 ഐറ്റം ആണ് Q3 എന്ന് പറയുന്നത്. അടുത്തത് ഒരു ചോദ്യത്തിലൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ഫോളോയിങ് ആർ ദ ഏജസ് ഓഫ് 13 അഗ്രികൾച്ചറൽ ലേബേഴ്സ്, ഫൈൻഡ് ഇറ്റ്സ് മീൻ. മീഡിയൻ കണ്ടെത്താൻ, മീഡിയൻ ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെ കണ്ടെത്തുമെന്നതാണ് നമ്മളിവിടെ പഠിക്കുവാനായിട്ട് പോകുന്നത്, ചോദ്യത്തിലൂടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. 13 തൊഴിലാളികളുടെ കൂലിയെ അവരുടെ പ്രായത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അവയുടെ മീഡിയൻ കണ്ടെത്താൻ. അപ്പൊ മീഡിയൻ കണ്ടെത്തുന്നതിന് 2 സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ മീഡിയൻ കണ്ടെത്തുന്നത്. ഒന്ന്, സ്റ്റെപ്പ് 1 ഫൈൻഡ് അറേഞ്ച് ദ സീരീസ് ഇൻ അസെൻഡിങ് ഓർഡർ. തന്നിരിക്കുന്ന സീരീസിനെ അസെൻഡിങ് ഓർഡറിൽ ചെറുതു മുതൽ വലുത് വരെയുള്ള ക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ ക്രമീകരിക്കുമ്പോൾ 40 ആണ് ഏറ്റവും ചെറുത്, 45, 46, 49, 52, 53, 54, 60, 63, 65, 67, 69, 70 അങ്ങനെ ക്രമപ്പെടുത്തി. സ്റ്റെപ്പ് 2 പറഞ്ഞ ഫൈൻഡ് ഔട്ട് ദ മീഡിയൻ. മീഡിയൻ കണ്ടെത്താൻ. മീഡിയൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. മീഡിയൻ എന്ന് പറയുന്നത് മിഡിൽ എലമെന്റ്, അതായത് മിഡിൽ വാല്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. അപ്പോൾ നമ്മൾ ഇതിലെ മധ്യഭാഗത്തെ വാല്യൂ ഏതാണോ അതിലേക്കാണ് വരുന്നത്. ഇതിന്റെ മധ്യഭാഗത്തെ വാല്യൂ എന്ന് പറയുന്നത് 54 ആണ്. അത് തന്നെയാണ് മീഡിയൻ നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. സ്റ്റെപ്പ് 2 നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ചോദ്യത്തെ ചെറുതു മുതൽ വലുത് വരെ ക്രമത്തിൽ അറേഞ്ച് ചെയ്യുക, അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു. ഇതിനകത്ത് ഏറ്റവും ചെറിയ സംഖ്യ 40 ആയിരുന്നു, 45, അങ്ങനെ ക്രമത്തിൽ 70 വരെ ക്രമപ്പെടുത്തി. അതിനുശേഷം സ്റ്റെപ്പ് 2 അപ്ലൈ ചെയ്യുന്നു. സ്റ്റെപ്പ് 2 മീഡിയന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണ്. മീഡിയന്റെ ഇക്വേഷൻ n പ്ലസ് 1/2 ഐറ്റം ആണ്. n എന്ന് പറയുന്നത് 13 ആണ്. ഈ നമ്പറിന്റെ ഇതിന്റെ ടോട്ടലാണ്. നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. n 13 ആണ്. 13 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2, 14/2, 7th ഐറ്റം, 7ാമത്തെ ഐറ്റം ആണ്. അപ്പൊ ഇതിൽ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിൽ 7ാമത്തെ ഐറ്റം 1, 2, 3, 4, 5, 6, 7, 54 ആണ് 7ാമത്തെ ഐറ്റം. അപ്പൊ മീഡിയൻ ഈസ് ഈക്വൽ ടു 54. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. കാൽക്കുലേറ്റ് മീഡിയൻ ഫ്രം ദ ഫോളോയിങ് സീരീസ്. തന്നിരിക്കുന്ന സീരീസിലെ മീഡിയൻ കണ്ടെത്താൻ 20, 10, 15, 30, 40, 48, 36, 52 എന്നീ ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. മീഡിയൻ കണ്ടെത്താൻ കാൽക്കുലേറ്റ് മീഡിയൻ. ഒന്നാമത്തെ സ്റ്റെപ്പ് അറേഞ്ച് ചെയ്ത സീരീസ് ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു.
10 മുതൽ 52 വരെയുള്ള ക്രമത്തിൽ എഴുതി. അതിനുശേഷം മീഡിയന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ഫൈൻഡ് ഔട്ട് മീഡിയൻ. മീഡിയൻ ഈസ് ഈക്വൽ ടു n+1/2th ഐറ്റം. അപ്പോൾ n എന്ന് പറയുന്നത് 8 ആണ്. 8 + 1 9/2 4.5 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ടി വരുന്നത് നാലാമത്തെ ഐറ്റവും അഞ്ചാമത്തെ ഐറ്റവും തമ്മിൽ കൂട്ടിയിട്ട് അവയുടെ മധ്യഭാഗത്തെ എമൗണ്ട് കണ്ടെത്തുക. അപ്പൊ നാലാമത്തെ ഐറ്റം എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. അഞ്ചാമത്തെ ഐറ്റം 36 ആണ്. ഇങ്ങനെ കിട്ടിയത് 4.5. 4ഉമല്ല 5ഉമല്ലാത്ത അവസ്ഥയാണ് വന്നത്. അല്ലെങ്കിൽ നമുക്കൊരു കറക്റ്റ് ഒരു പൊസിഷണൽ വാല്യൂ, ഒരു പൊസിഷൻ കിട്ടുമായിരുന്നു. 4ഉമല്ല 5ഉമല്ല. അപ്പൊ അതുകൊണ്ട് നാലാമത്തെ ഐറ്റവും അഞ്ചാമത്തെ ഐറ്റവും തമ്മിൽ കൂട്ടിയിട്ട് അവയുടെ പകുതി കണ്ടാൽ അതായിരിക്കും മീഡിയൻ. അപ്പൊ നാലാമത്തെ വാല്യൂ 30ഉം അഞ്ചാമത്തെ വാല്യൂ 36ഉമാണ്. അവ തമ്മിൽ കൂട്ടി അവയുടെ പകുതി കണ്ടപ്പോൾ 33 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ മീഡിയൻ എന്ന് പറയുന്നത് 33. അടുത്ത മീഡിയൻ ഇൻ ഡിസ്ക്രീറ്റ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസിലെ മീഡിയൻ എങ്ങനെയാണ് കാണുന്നത്? ഒരു ക്വസ്റ്റ്യൻ സാലറിയും അവരുടെ തൊഴിലാളികളുടെ എണ്ണവും തന്നിട്ടുണ്ട്. 150, 100, 220, 80, 200, 250. ഫൈൻഡ് ഔട്ട് ദ മീഡിയൻ ഇൻ ദ ഓൺ ദി അബോവ് ഡാറ്റ. അപ്പൊ മീഡിയൻ കാണുന്ന കാൽക്കുലേറ്റ് മീഡിയൻ. സ്റ്റെപ്പ് 1, അറേഞ്ച് ദ സീരീസ് ഇൻ അസെൻഡിങ് ഓർഡറിൽ. അസെൻഡിങ് ഓർഡറിൽ സീരീസിനെ അറേഞ്ച് ചെയ്യണം. അതിനുശേഷം മീഡിയൻ അപ്ലൈ ചെയ്യാം. മീഡിയൻ ഇക്വേഷൻ മീഡിയൻ ഈസ് ഈക്വൽ ടു n+1/2th ഐറ്റം ആണ്. നമുക്കൊന്ന് ചെയ്യാം. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. 80 ആയിരുന്നു ഏറ്റവും ചെറുത്. 80 അതിന്റെ ഫ്രീക്വൻസി 40 ആണ്. 100 അതിന്റെ ഫ്രീക്വൻസി 60 ആണ്. 120 അതിന്റെ ഫ്രീക്വൻസി 32 ആണ്. 150 24, 200 15, 250 7. എന്നിട്ട് ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക. ക്യുമുലേറ്റീവ് ഈ 40 അതുപോലെ തന്നെ ഇവിടേക്ക് എഴുതുന്നു. ഈ 40നോടൊപ്പം ഈ 60 കൂട്ടി ഇവിടേക്ക് എഴുതുന്നു 100. ഈ 100നോടൊപ്പം 32 കൂട്ടിയിട്ട് ഇവിടെ എഴുതുന്നു 132. 132നോട് 24 കൂട്ടിയിട്ട് ഇവിടേക്ക് എഴുതുന്നു 156. 156 156ന്റെ കൂടെ 15 കൂടെ കൂട്ടിയിട്ട് 171. 171ന്റെ കൂടെ 7 കൂടെ കൂട്ടി 178. അപ്പോൾ ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 178. അത് തന്നെയാണ് n എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ഇവിടെ ഉദ്ദേശിക്കുന്നത് n+1/2th ഐറ്റം ആണ്. അപ്പൊ 178 + 1 179 ഡിവൈഡഡ് ബൈ 2 89.5 എന്ന് കിട്ടും. അതെന്ന് പറഞ്ഞാൽ 89.5 എന്ന് പറയുന്ന ഒരു ഫിഗർ ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 80 40 89 40 കഴിഞ്ഞ് 89നേക്കാൾ വലുതാണ് അടുത്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പൊ 40നും ഇതിനെ ഇടയ്ക്കാണ് ഇതാണ് വരുന്നത്. അപ്പൊ ഈ ക്ലാസ്സിനെയാണ് നമ്മൾ 89 ഉൾക്കൊള്ളുന്ന ക്ലാസ് ആയിട്ട് എടുക്കുന്നത്. 89th ഐറ്റം ഇതിനകത്ത് വരുമെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. 40 എന്ന് പറയുന്നത് എടുത്താൽ അതിനേക്കാൾ 89നേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് അതെടുക്കാൻ പറ്റത്തില്ല. 89 കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നേ അതെടുക്കാമായിരുന്നു. അതില്ലെങ്കിൽ അതിനേക്കാൾ തൊട്ട് മുകളിൽ നിൽക്കുന്നത് ഏതാണോ അതെടുക്കണം. അപ്പൊ തൊട്ട് മുകളിൽ എന്ന് പറയുന്നത് 100 ആണ് നിൽക്കുന്നത്. അപ്പൊ 100 എടുക്കുമ്പോൾ അവിടുത്തെ x എന്ന് പറയുന്ന വാല്യൂ 100 ആണ്. അതുകൊണ്ട് അതിനെ മീഡിയൻ ആയിട്ട് എടുക്കുന്നു. മീഡിയൻ ഈസ് ഈക്വൽ ടു 100. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കണ്ടിന്യൂ സീരീസ്. കാൽക്കുലേറ്റ് മീഡിയൻ ഫോർ ദ ഫോളോയിങ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി മാർക്സ് secured by 80 students in an examination. Marks are 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60. Number of students are 3, 9, 15, 30, 18 and 5. മീഡിയൻ കണ്ടെത്തുന്ന ആദ്യം മീഡിയൻ ക്ലാസ് കണ്ടെത്തണം. അതിനുവേണ്ടി n/2. n എന്ന് പറയുന്നത് ടോട്ടൽ 80 ആണ്. 80യെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 40 എന്ന് കിട്ടും. The 40th value of lies in the class. അതായത് ഈ ക്ലാസ്സിലെ 40ന്റെ വാല്യൂ കിടക്കുന്നത്, ഈ ക്ലാസ്സിൽ 40 എന്ന് പറയുന്ന വാല്യൂ കിടക്കുന്നത് 30. ഇതേ കണ്ടോ 27. ഇതെല്ലാം അതിനേക്കാൾ ചെറുതാണ് 40നേക്കാൾ. അപ്പൊ 40 കറക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നേ അതെടുക്കാമായിരുന്നു. 40 ഇല്ലാത്തതുകൊണ്ട് 40നേക്കാട്ടിലും വലിയ സംഖ്യയാണ് എടുക്കുന്നത്. അപ്പൊ 57 ആണ് ലഭിച്ചത്. 57 എന്ന് പറയുന്നത് 30, 40 എന്ന് പറയുന്ന മാർക്ക് ക്ലാസ്സിലാണ് കിടക്കുന്നത്. അപ്പൊ ഇത് നമ്മളെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്നു. മീഡിയൻ ഈസ് ഈക്വൽ ടു L1 + n ഡിവൈഡഡ് ബൈ 2 - CF ഡിവൈഡഡ് ബൈ F × I. L1 എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ്. L1 30. ലോവർ ലിമിറ്റ് ഓഫ് ദി മീഡിയൻ ക്ലാസ് L1 30 പ്ലസ് L2 അതായത് n ഇത് കണ്ടോ 40 n/2. n/2 എന്ന് പറഞ്ഞാൽ n എന്ന് പറയുന്നത് എത്രയായിരുന്നു നമുക്കിവിടെ തന്നിരുന്നത്? 80 ആയിരുന്നു. 80 ഡിവൈഡഡ് ബൈ 2 40 n/2 മൈനസ് ഉണ്ടോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദി മീഡിയൻ ക്ലാസിന്റെ തൊട്ട് മുകളിലത്തെ ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. മീഡിയൻ ക്ലാസിന്റെ തൊട്ട് മുകളിലത്തെ ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി CF ഡിവൈഡഡ് ബൈ മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി ഇൻറ്റു 10. ഇവ തമ്മിലുള്ള ഗ്യാപ്പ് 30ഉം 40ഉം തമ്മിലുള്ള വ്യത്യാസം 10. അത് നമ്മൾ ചെയ്യുമ്പോൾ 34.33 എന്ന ഉത്തരം നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്ത ഭാഗത്തേക്കാണ് മോഡ് ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. അടുത്ത മോഡിലേക്ക് കിടക്കുകയാണ്.
Mode in the following is the data relating to the daily wages of 10 workers in a factory. Calculate model wage. തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട നമ്പർ ഏതാണെന്ന് ശ്രദ്ധിക്കുക, അതായിരിക്കും മോഡ്. ഇവിടെ ആവർത്തിക്കപ്പെട്ടത് 14 കാരണം 14 കൂടുതൽ തവണ ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് 14 മോഡ് എന്നറിയപ്പെടുന്നത്. ഡിസ്ക്രീറ്റ് സീരീസിൽ മോഡ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? കാൽക്കുലേറ്റ് മോഡ് ഓഫ് ദി ഫോളോയിങ്. വേജസ് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. വേജസ് എന്ന് പറഞ്ഞാൽ 10, 20, 30, 40, 50, 60. ഫ്രീക്വൻസി 2, 8, 20, 10, 5 എന്നാണ്. ഹിയർ 20 ഇതിനകത്ത് ഹയസ്റ്റ് ഫ്രീക്വൻസിയിലെ ഇൻസ്പെക്ഷൻ മെത്തേഡാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. 20-ന് നേരെ കിടക്കുന്ന എമൗണ്ട് ഏതാണോ അതാണ് ഇവിടുത്തെ മീൻ വേജ്, 30 രൂപ. അപ്പോൾ ഇവിടെ മീൻ വേജ് എന്ന് പറയുന്നത് 30 ആണ്. അപ്പം ഇവ മനസ്സിലാക്കി പഠിക്കുന്നതിനും കൂടുതൽ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെച്ച് പരീക്ഷയ്ക്ക് എഴുതുന്നതിനുമായിട്ട് നിങ്ങളെ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ്. നല്ല മാർക്കോടെ നിങ്ങൾ പാസ്സാകട്ടെ എന്ന് കരുതുന്നു. താങ്ക് യു.